3 ദിവസമേ ഉള്ളൂ പൂനെയിൽ നിന്ന് കേരളത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ പോകുന്നത് ഫ്ലൈറ്റിലല്ല, ട്രെയിനിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ ഇത്രയും മണിക്കൂർ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ഉണ്ട്, എൻ്റെ ലീവാണ്. അപ്പോൾ ഇന്നാണ് സത്യം പറഞ്ഞ പ്രിപ്പറേഷൻ ഡേ എന്ന് തന്നെ പറയാം. പാക്കിങ്ങും എല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ പറ്റില്ല, നടക്കില്ല. അപ്പം ലാസ്റ്റ് മൊമെന്റ് തന്നെ ആയിരിക്കുള്ളൂ പാക്കിങ്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ എന്ന് തന്നെ പറയാൻ കാരണം ഇനി അടുത്ത ദിവസങ്ങളൊക്കെ എനിക്ക് പണിയാണ്. സാറ്റർഡേ രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. സാറ്റർഡേ എൻ്റെ പണി കഴിയുന്നതും രാത്രി പോകും. സൺഡേ പിന്നെ എൻ്റെ ഓഫ് ഡേ ആണ്. ലിസ്റ്റ് ഓഫ് പണികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ വീട് ക്ലീനിങ്, പാക്കിങ്, എനിക്ക് എന്നൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. നടക്കുമെന്നറിയില്ല. ഈ യൂട്യൂബ് വീഡിയോ എഡിറ്റിങ്ങിന്, സൺഡേ വരുന്ന വീഡിയോ എഡിറ്റിങ്ങിന് തന്നെ കുറേ സമയം പോകും. ഇപ്പോൾ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ അതും പറയാഞ്ഞിട്ട് ഇന്ന് രാത്രി ഷോപ്പിങ്ങും കൂടി ഉണ്ട്. സൺഡേ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അപ്പം നിങ്ങൾ ആ സൺഡേ ഷോപ്പിങ്ങും ഞാൻ സിനിമ കാണാൻ പോകുന്നൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് വരൂ. എന്നിട്ട് നമുക്കിവിടെ തുടങ്ങാം, നമ്മുടെ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങാം. ഞാൻ പറയാൻ വിട്ടു പോകുന്നതിന് മുമ്പ്, hey buddies, welcome back to my channel. Let's catch your life together. മഴ പെട്ടെന്ന് പെയ്ത് നനഞ്ഞു കുളിച്ച് വരണ വഴിയാണ് ദേ ഇത്. സിനിമയ്ക്ക് കയറാൻ ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് എത്താനും നേരം വൈകി. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓടി അങ്ങോട്ട് കയറി. സേട്ടു അങ്ങനെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് സേട്ടു ഓടിയെത്തി. ഭാഗ്യത്തിന് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വിജയുടെ ലാസ്റ്റ് മൂവി ആയതുകൊണ്ടായിരുന്നു എനിക്ക് ഈ സിനിമ കാണാൻ ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഓളമുള്ള തിയേറ്ററിൽ കയറാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് പോകാനായിരുന്നു വിചാരിച്ചത്. സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല. അവസാനം ഇപ്പോഴാണ് പോയത്. ഓളം തീരെ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ കൈയടിച്ച് ആഗ്രഹം അങ്ങോട്ട് സാധിപ്പിച്ചു. ലാസ്റ്റത്തെ ഈ സീനൊക്കെ കണ്ടപ്പോൾ വിജയിനെ അഭിനയിക്കില്ലല്ലോ എന്നുള്ളൊരു ഓർത്തിട്ടൊരു ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ വരാൻ തന്നെ കാരണം ടൈറ്റിൽ കാർഡ് കാണാനും എൻഡിലത്തെ ഈ വീഡിയോ കാണാനും കൂടിയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഫുഡ് കഴിക്കാം എന്നായിരുന്നു. കാരണം ഷോപ്പിംഗ് കുറച്ചധികം ഉണ്ട്, ഇടയിൽ ഫുഡ് കഴിക്കാൻ പോലും നേരം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പോപ്പോയ്സിൽ കയറി. ഇപ്പൊ വന്ന് പോപ്പോയ്സ് വിട്ടൊരു കളിയില്ലാതായി. കഴിഞ്ഞ സൺഡേ ഞാൻ ഇട്ട വ്ളോഗിൽ ഞാൻ പോപ്പോയ്സിൽ പോയപ്പോൾ ഞാൻ ബാർബിക്യൂ ബർഗർ അല്ല കഴിച്ചത്, വേറൊരു ബർഗർ കഴിച്ചു. അപ്പൊ ഇവരെ 3 പേരും ബാർബിക്യൂ ബർഗർ കഴിച്ചിട്ട് എനിക്ക് കൊതിയായി. അത് ഒരു കടി അവിടെ കിട്ടിയുള്ളൂ. പിന്നെ എൻ്റെ ആണെങ്കിൽ എൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇല്ലാന്നല്ല, മറ്റേതായിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. അതുകൊണ്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബാർബിക്യൂ ബർഗർ തന്നെ മേടിച്ച് കഴിച്ചു. ഇനി നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലോ. ആദ്യം അമ്മമാർക്ക് എടുക്കാനാണ് പോയെ. കോട്ടൺ കൾച്ചറിൽ സേട്ടുൻ്റെ അമ്മയ്ക്ക് ചുരിദാർ കിട്ടി. നല്ലൊരു റെഡിമെയ്ഡ് ചുരിദാർ തന്നെ കിട്ടി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ വീഡിയോയും ഷോപ്പിങ്ങും കൂടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഷോപ്പിംഗ് മറക്കുമ്പോൾ വീഡിയോ മറക്കും. പിന്നെ ആകെ കൂടെ ഓട്ടമയായിരുന്നു. അതുകൊണ്ട് വീഡിയോയും ഷൂട്ടിങ്ങും ഒക്കെ കൂടി അങ്ങനെ നടക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഷോർട്സേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. 2 അച്ഛന്മാർക്കും വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഷർട്ട് കിട്ടിയത്. പണ്ടൊക്കെ ഞാൻ വീട്ടുകാർക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് നോക്കിയാണ് ഞാൻ വാങ്ങാറുള്ളൂ. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നോക്കിയിട്ടല്ല നമ്മൾ മേടിക്കേണ്ടത്. അവർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് വരുന്നൊരു സന്തോഷമുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, അവർക്ക് എന്താ ഇഷ്ടമുള്ള എന്നുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ട് അവരായി മാറിയിട്ട് അവർ ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും സെലക്ട് ചെയ്യുക, അപ്പൊ ഇതായിരിക്കും സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഡ്രസ്സ് വാങ്ങാറ്. അതുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടാവാറുണ്ട്. ഇനി അമ്മയ്ക്കും കൂടി ഡ്രസ്സ് വാങ്ങാനുള്ളൂ. എത്നിസിറ്റിയിൽ കയറി അവിടെ അമ്മയ്ക്ക് പറ്റിയത് കിട്ടിയില്ല. പിന്നെ അവസാനം സോച്ച് എന്ന് പറഞ്ഞ കടയിൽ കയറിയപ്പോൾ അവിടെ അമ്മയ്ക്ക് ഒരു ചുരിദാർ മെറ്റീരിയൽ കിട്ടി. അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ സേട്ട് ബില്ല് അടിക്കുമ്പോഴേക്കും ഞാൻ സ്റ്റാർ സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഓടി കയറി. സത്യം പറഞ്ഞാൽ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കോമൺ ആയിട്ട് ഓഫ് ഡേ വരുന്നത് സൺഡേ ആണ്. പിന്നെ എൻ്റെ ഓഫ് ഡേ വരുന്നത് വെനസ്ഡേ ആണ്. അന്നാണെങ്കിൽ സേട്ടിന് ഓഫീസും ഉണ്ടാവും. അപ്പോൾ രാത്രി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര സമയം കിട്ടില്ല. അപ്പോഴേക്കും കടക്ക് അടച്ചു തുടങ്ങുകയും ചെയ്യും. 1-2 മണിക്കൂർ കഷ്ടി കിട്ടിയാലായി എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഓട്ടപ്രതിഷ്ഠ നടത്തുന്നത്. ഇപ്രാവശ്യം ട്രെയിനിൽ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ മേടിക്കണം കഴിക്കാൻ. ട്രെയിനിൽ നിന്ന് കഴിക്കുന്നത് കുറച്ച് റിസ്ക്കും ആണല്ലോ. പിന്നെ കുറച്ചധികം സ്നാക്സും വാങ്ങുന്നുണ്ട് വീട്ടിലേക്ക്. കാരണം ട്രെയിൻ വെയിറ്റ് പ്രശ്നമില്ലല്ലോ. നേരെ മറിച്ച് ഫ്ലൈറ്റിൽ വരുമ്പോൾ 2 പേർക്കും കൂടിയിട്ട് 30 കിലോ മാത്രമേ പറ്റൂ. പിന്നെ ഈ സ്നാക്സ് കൊണ്ട് ഒരു ചാലഞ്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വഴിയേ കാണാം. പിന്നെ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ച് അവിടെ വിട്ടു. എഡിറ്റിങ് തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ പലപ്പോഴും ലോങ് വീഡിയോ തന്നെ കാണുന്നു, ഇതൊക്കെ എളുപ്പമല്ലേ എഡിറ്റ് ചെയ്യാനൊക്കെ.
പക്ഷെ മൈന്യൂട്ട് ഡീറ്റെയിൽസും എഫക്ട്സും ഒക്കെ കൂടി ആകുമ്പോഴേ നല്ല ഹെക്ടിക്ക. ഇപ്പൊ തന്നെ 3 മണി 4 മണിയായി. 4 മണിയാകുമ്പോൾ 1 മിനിറ്റ് ബാക്കി. അപ്പൊ നമുക്ക് ഇതിന് കുറച്ചൊരു ബ്രേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾക്ക് കിടക്കാം. കുറച്ച് അത്യം ക്ലീൻ ചെയ്യാണ്ട് ഇന്ന് തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാം. കമോൺ. കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. കുറച്ചധികം പാത്രങ്ങളും കഴുകാനുണ്ട്, ഫ്രിഡ്ജ് വൃത്തിയാക്കാനുണ്ട്. 1 മണിക്കൂറിൽ തീരുമെന്നൊന്നും അറിയില്ല. 5 മണി 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേഗം ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഇതങ്ങോട്ട് തീരുമല്ലോ. കുറച്ച് ദിവസത്തേക്കാണ് പോണെങ്കിലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഫ്രിഡ്ജൊക്കെ കഴുകി കഴിയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇത് വേറെ തന്നെയാണ്. കുറച്ച് ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി. ഇനിയുള്ള ഷോപ്പിംഗ് ചേച്ചിയും ചേട്ടനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂണിക്ലോയിലേക്കാണ് കയറിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാനും ചേട്ടും 2 വഴിക്ക് പോയി. ചേട്ടനും ഉണ്ണിക്കുട്ടനും ആയിരുന്നു ഷോപ്പിംഗ്, ഞാൻ ചേച്ചിക്കും ആമയ്ക്കും വേണ്ടിയിട്ടായിരുന്നു ഷോപ്പിംഗ്. അങ്ങനെ അവിടെ നിന്ന് അവർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാംലീസിലേക്കായിരുന്നു പോയത്, കുട്ടികൾക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്കുട്ടന് കാർഡ് ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അതും, ആമയ്ക്ക് സാൻഡ് പോലത്തെ ഒരു സാധനമാണ് മേടിച്ചത്. അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. ആമയ്ക്ക് ഇങ്ങനെ സ്ലൈമൊക്കെ വെച്ച് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് ഒരു പിസ്സ ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഷോപ്പിംഗ് ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഫാമിലിക്ക് വേണ്ടി വെച്ച ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ കൂടി പാക്ക് ചെയ്ത് ഇതിനകത്ത് കേൾക്കാം. ഓഫീസ് പണിയുടെ ഇടയിലാണ് ഞാൻ കുറേശ്ശെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സീറ്റുണ്ട് ഓഫ് ഡേ ആയതുകൊണ്ടും കുറേയൊക്കെ സേട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് പണികളൊക്കെ അങ്ങനെ തീരും. ഇപ്രാവശ്യം തിക്കും തിരക്കും കൂട്ടി ഓടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അത്ര അങ്ങോട്ട് ഓടിയില്ല. കുറച്ച് സമാധാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇനി ട്രെയിൻ യാത്രനെ പറ്റിയിട്ടുള്ള വ്ളോഗ് നമുക്ക് അടുത്ത ആഴ്ച കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.